സൂചികകളോട് കിടപിടിക്കുന്ന ആരോഗ്യ ചികിത്സാ സംവിധാനമാണ് കേരളത്തിൽ ലഭ്യമാകുന്നത്. രാജ്യത്തിന് തന്നെ മാതൃകയാക്കാവുന്ന നിരവധി പൊതുജനാരോഗ്യ പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കി വരുന്നു. ആയുഷ് ചികിത്സാ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളാണ് രണ്ടാം പിണറായി സർക്കാർ നടപ്പിലാക്കി വരുന്നത്. NABH നിലവാരത്തിൽ ആയുഷ് സ്ഥാപനങ്ങളുടെ സ്റ്റാൻഡേർഡ് തയ്യാറാക്കി രാജ്യത്തിന് മാതൃകയാകുന്ന രീതിയിൽ നടപ്പിലാക്കാൻ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് അവരുടെ നേതൃത്വത്തിൽ സാധിച്ചിട്ടുണ്ട്. സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം ലഭ്യമാകുന്ന സേവനങ്ങൾ കൂടുതൽ മികവോടെ നൽകുന്നതിന് ഹോമിയോപ്പതി വകുപ്പ് ശ്രദ്ധ ചെലുത്തുന്നു. ഇതിന്റെ ഭാഗമായി 2022 ജൂലൈ 10 ആയുഷ് ഹോമിയോപ്പതി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ഡിജിറ്റൽ OP മോഡ്യൂൾ പ്രവർത്തനം ആരംഭിച്ചു. സംസ്ഥാനത്തെ 643 സ്ഥാപനങ്ങളിൽ ഇന്ന് ഡിജിറ്റൽ OP സേവനം ലഭ്യമാണ്. അഹിംസിലൂടെ ടെലിഫോൺ നമ്പറിന്റെയോ ബെനിഫിഷ്യറി IDയുടെയോ സഹായത്തോടെ കേരളത്തിൽ എവിടെ നിന്നും തുടർ ചികിത്സ ജനങ്ങൾക്ക് ലഭ്യമാകുന്നു. സംസ്ഥാന ഡിജിറ്റൽ ഹെൽത്ത് മിഷന്റെ സാങ്കേതിക ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സോഫ്റ്റ്വെയർ തയ്യാറാക്കിയിരിക്കുന്നത്. ABDM ഇന്റഗ്രേഷനും പൂർത്തിയാക്കി വരികയാണ്. ഡിജിറ്റൽ മാർഗത്തിലൂടെ ചികിത്സ നൽകുന്നതിലൂടെ രജിസ്ട്രേഷൻ സമയത്തും കൺസൾട്ടേഷൻ സമയത്തും ഫാർമസിയിൽ നിന്നും മരുന്ന് നൽകുന്ന സമയത്തും ക്യൂ ഒഴിവാക്കി ക്രമമനുസരിച്ച് സമയബന്ധിതമായി സേവനങ്ങൾ ലഭ്യമാക്കാൻ കഴിയുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, വയനാട്, കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിലെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും ഡിജിറ്റൽ OPയിലൂടെയാണ് സേവനങ്ങൾ നൽകി വരുന്നത്. വകുപ്പിന്റെ 87% സ്ഥാപനങ്ങളിലും ഡിജിറ്റൽ OP സേവനങ്ങൾ ലഭ്യമാണ്. ഡോക്ടർമാർ ഇല്ലാതെ വരുന്ന സാഹചര്യങ്ങളിൽ സ്ഥാപനങ്ങളിൽ എത്തുന്ന രോഗികളെ ജില്ലാ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന യൂണിറ്റിലെ ഡോക്ടർമാർ ടെലിഫോണിലൂടെ ബന്ധപ്പെട്ട് അതാത് സ്ഥാപനങ്ങളിലൂടെ ചികിത്സ നൽകാൻ സാധിക്കുന്ന ടെലിമെഡിസിൻ സംവിധാനം കാസർഗോഡ്, വയനാട് ജില്ലകളിൽ ആരംഭിച്ചിട്ടുണ്ട്. OP മോഡ്യൂളിനൊപ്പം ആശുപത്രി മാനേജ്മെന്റ് സമിതിയുടെ HMC അക്കൗണ്ടുകളും ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. ഇത് ആശുപത്രി പ്രവർത്തനങ്ങളെ കൂടുതൽ സുതാര്യമാക്കുന്നു. ഇടുക്കി ജില്ലയിലെ വട്ടവട ഡിസ്പെൻസറി ഉൾപ്പെടെ സംസ്ഥാനത്തെ ദുർഘട സ്ഥലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഹോമിയോപ്പതി സ്ഥാപനങ്ങളിൽ ഡിജിറ്റൽ ആരോഗ്യ സേവനം ലഭ്യമാകുന്നു എന്നത് സംസ്ഥാനത്തിന്റെ ഡിജിറ്റൽ രംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ശക്തി വെളിവാക്കുന്നു. സംസ്ഥാനത്തെ മുഴുവൻ സർക്കാർ ഹോമിയോപ്പതി സ്ഥാപനത്തിലെയും മെഡിസിൻ സ്റ്റോക്ക് ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ സ്റ്റോക്ക് മോണിറ്റർ ചെയ്യാനും മരുന്നുകളുടെ ലഭ്യത ഉറപ്പിക്കാനും സാധിക്കുന്നു. രോഗിക്ക് ആവശ്യമായ ഏതെങ്കിലും മരുന്നുകൾ ലഭ്യമാകാത്ത പക്ഷം തൊട്ടടുത്ത ഡിസ്പെൻസറികളിൽ നിന്നും തന്നെ മരുന്നുകൾ ലഭ്യമാക്കാനും കഴിയും. കൂടാതെ എക്സ്പയറി ആകാൻ സാധ്യതയുള്ള മരുന്നുകളുടെ മുൻകൂർ നോട്ടിഫിക്കേഷൻ കിട്ടുന്നത് കാരണം മരുന്നുകൾ പാഴായി പോകുന്നത് തടയാൻ സാധിക്കും. പൊതുജനങ്ങൾക്ക് ഹോമിയോപ്പതി സ്ഥാപനങ്ങളിലേക്ക് അപ്പോയിന്റ്മെന്റ് മുൻകൂറായി ബുക്ക് ചെയ്യുന്നതിനും ചികിത്സാ വിവരങ്ങൾ അറിയുന്നതിനുമായി പബ്ലിക് പോർട്ടൽ സജ്ജമാക്കിയിട്ടുണ്ട്. ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഹോമിയോപ്പതി സ്ഥാപനങ്ങളുടെ ലൊക്കേഷൻ അറിയുന്നതിനും സ്ഥാപനങ്ങളിൽ ലഭ്യമായ സേവനങ്ങൾ യഥാസമയം അപ്ഡേറ്റ് ആയി അറിയുന്നതിനും ഈ പോർട്ടൽ സഹായിക്കുന്നു. സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനോടൊപ്പം സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനുള്ള സംവിധാനവും പൊതുജനങ്ങൾക്ക് പോർട്ടലിലൂടെ ലഭ്യമാണ്. കൂടാതെ വ്യക്തികൾക്ക് അവരവരുടെ ദൈനംദിന ആരോഗ്യ വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സംവിധാനവും ഈ പോർട്ടലിൽ ലഭ്യമാക്കുന്നുണ്ട്. ഭാവിയിൽ സ്മാർട്ട് വാച്ച് പോലുള്ള വിയറബിൾ ഡിവൈസ് ഇന്റഗ്രേഷനിലൂടെ വ്യക്തികളുടെ ആരോഗ്യ വിവരങ്ങൾ യഥാസമയം പോർട്ടലിലേക്ക് അപ്ഡേറ്റ് ചെയ്യാനും ആലോചിച്ചു വരുന്നു. ഇതിലൂടെ രോഗിയുടെ ആരോഗ്യ വ്യവസ്ഥ വിദൂര നിയന്ത്രണത്തിലൂടെ മനസ്സിലാക്കി ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ സോഫ്റ്റ്വെയർ സഹായിക്കുന്നു. വകുപ്പിന്റെ കീഴിലുള്ള ലബോറട്ടറികളിൽ നിന്നും ലഭ്യമാകുന്ന പരിശോധനാ വിവരങ്ങൾ ഈ പോർട്ടലിൽ ഓട്ടോമേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആയതിനാൽ ലബോറട്ടറിയിൽ റിസൾട്ട് തയ്യാറാകുമ്പോഴേക്കും ഡോക്ടറുടെ ലോഗിനിലും രോഗിയുടെ പോർട്ടലിലും വിവരങ്ങൾ ലഭ്യമാകും. ദീർഘവീക്ഷണമുള്ള ഭരണ സംവിധാനം കാലഘട്ടത്തിന്റെ ആരോഗ്യ സംവിധാനങ്ങളുടെ ആവശ്യകത മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് വിപ്ലവകരമായ മാറ്റങ്ങളാണ് കേരളത്തിൽ നടപ്പിലാക്കി വരുന്നത്. ഈ വികസന കുതിപ്പിൽ നമുക്കും പങ്കാളികളാകാം.